ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഹാബി ആൻഡ് ഹിബു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഒരു കുളമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ മീനിയൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് ഇട്ടത്. ഇനി ഞാൻ മീനിയും പരിചയപ്പെടുത്തി എല്ലാം ഒന്ന് കറക്റ്റായി പരിചയപ്പെടുത്തി ഞാൻ നല്ലോണമാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം വെള്ളം കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി 20 ലിറ്റർ വെള്ളം കൊള്ളും. പിന്നെ ഇതിൽ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് ലൈറ്റൊക്കെ വെച്ചായിരുന്നു നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ലൈറ്റ് വെക്കാൻ വേണ്ടി കറക്റ്റ് ആയില്ല. പിന്നെ അതിൻ്റെ അകത്ത് 2 കല്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഞാൻ മീനെ കാണിക്കുമ്പോൾ ഞാൻ കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രത്യേകതയായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്, പെയിൻ്റ് ഒഴിച്ച്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു മോട്ടർ വെക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ കുറവായതിനാൽ ഒരു മോട്ടർ വയ്ക്കും. അതിൻ്റെ വീഡിയോ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയി നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം, അല്ലെങ്കിൽ മൺഡേ. അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇടും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മീനുകളേ ഉള്ളൂ, 10 or 11 അത്ര മീനുകളെ ഇതിൻ്റെ ദാഹം ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും പരിചയപ്പെടുത്തി കറക്റ്റാക്കി വീഡിയോ എടുക്കാം. ഫസ്റ്റ് ഞാൻ കോഴിക്കാർപ്പ്, പിന്നെ സിലോപ്പി ആൻഡ് കട്ല, ഈ 3 മീനുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എല്ലാത്തിനെയും ഞാൻ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇതാണ് കോഴിക്കാർപ്പ് 2 എണ്ണം. ഇത് സിലോപ്പിയാണ്, ഇതും സിലോപ്പിയാണ്, അതും സിലോപ്പിയാണ്. പിന്നെ കട്ലകൾ 2ൽ ഒരാളെ അവിടെ ഇരിപ്പുള്ളൂ, മറ്റേ ആളെ കല്ലിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത്. ഒരാളാണ് കാണിച്ചു തരാം. കണ്ടോ, അവിടെ ആയിട്ടൊരു മീൻ ഇരിക്കുന്നുണ്ട്, അതാണ് കട്ല. ആ കട്ല മീൻ നല്ല സ്പീഡൊക്കെ ഉള്ള മീനുകളാണ്. അത്രയും മീനുകളാണ് ഉള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പൈപ്പ് കാര്യങ്ങൾ. ഇതിൻ്റെ അതിപ്പോൾ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഒരു മരമുണ്ട്. ആ മരത്തിനെ കാണിച്ചു തരാം, എന്നിട്ട് പേരും പറഞ്ഞു തരാം. ഈ മരത്തിൻ്റെ പേരാണ് ബെയർ ആപ്പിൾ. ഇത് കാച്ചിട്ടില്ല. ഇതിൻ്റെ ഇലകളാണ് അതിൻ്റെ അകത്ത് വീഴുന്നത്. പക്ഷെ ഇത് കാച്ചിട്ടില്ല. കായ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയാണെന്നൊക്കെ കാണിച്ച് നിങ്ങൾക്കൊരു വീഡിയോ കൂടെ ഇട്ട് തരാം. പിന്നെ അല്ലാതെ ഇവിടെ 5-6 ചെടികളുണ്ട്, അതിനെയും കാണിച്ചു തരാം. പിന്നെ ഒരു 5-6 വെറൈറ്റി പ്ലാന്റ്സും ഉണ്ട്, അതിനെയും കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇതാണ് സീഡ്ലെസ് ലെമൺ എന്ന് വെച്ചാൽ കുരു ഇല്ലാത്ത നാരങ്ങ. ഇതാണ് ഇവിടെ ഒരു വെറൈറ്റി പ്ലാന്റ്. ഇനിയും ഉണ്ട് വെറൈറ്റി പ്ലാന്റ്സ്, അതിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് അടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. എല്ലാവരുടെയും വീട്ടിൽ മിക്കതായി കാണാമെന്നുള്ളതാണ്, പക്ഷെ അതൊരു നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഇതാണ് അത്, നിങ്ങൾ പേര് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാണ് ഇവിടുത്തെ മാവ്. ഇത് പൂത്തതേ ഉള്ളൂ, ഇത് കാച്ചില്ല. പൂവൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ ഇത് കാച്ചില്ല. ഇത് കായ്ക്കുമ്പോൾ അത് വെച്ച് ഒരു കാര്യമുണ്ടായി കാണിച്ചു തരാം. ഇതാണ് ചെറിയ തെങ്ങ്. ഇത് വലിയ അളവിൽ വലുതാവുകയില്ല, ഇത് ചെറിയ തെങ്ങാണ്. ഇത് ജെറി മരമാണ്. ഇതാണ്ട് ഇപ്പോൾ കാണുന്ന ഇത് ജെറിയാണ്. ഇതാണ് ആന്തോറിയം. പിന്നെ ഇത് ഓർക്കാണ്, ഇതും ഓർക്കാണ്. പിന്നെ ഇതാണ് 10 മണി, ഇതൊക്കെ ഓർക്കിഡാണ്. ഇത് വൈറ്റ് റോസാണ്. ഇത് ഓർക്കിഡിൻ്റെ പൂവാണ്. ഇതാണ് ക്ലാസിക് തെറ്റി. പിന്നെ ജമന്തി ഉണ്ട്. ഇത് പിങ്ക് റോസയാണ്. ഇവിടെയുള്ള ഇതാണ് അലോവേറയും. പിന്നെ ഇത് പിച്ചിപ്പൂവാണ്. ഇത് മുല്ലേ പോലത്തെ തന്നെ ഒരു പൂവാണ്. ഇതാണ് കാശി തെറ്റി.
ഇത്രയുമാണ് ഇവിടെ ഉള്ള സാധനങ്ങൾ. ഇത്രയും പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.